സൈനസൈറ്റിസ് ഉള്ളത് കൊണ്ടാണോ മൈഗ്രെയിൻ വന്നത്? മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ പിന്നീട് സൈനസൈറ്റിസ് ഡെവലപ്പ് ചെയ്യോ? ഇതിൽ ഏതിനാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള സംശയം ചില പേഷ്യൻസ് ചോദിക്കും. എന്നാൽ മൈഗ്രെയിൻ ഉള്ളവർക്ക് സൈനസൈറ്റിസ് വരും, അല്ലെങ്കിൽ സൈനസൈറ്റിസ് കാരണം മൈഗ്രെയിൻ ഉണ്ടാവാം, ഇങ്ങനെയൊന്നും പൊതുവെ പറയാൻ പറ്റില്ല. പല പേഷ്യൻസിനും ഈ രണ്ട് കണ്ടീഷൻസും ഒരുമിച്ചുള്ളതായി കാണാം. ഇപ്പൊ മൈഗ്രെയിൻ ഉള്ള ഒരാൾക്ക് മുമ്പ് അലർജിന്റെ ഹിസ്റ്ററി ഉണ്ടെന്ന് വെക്കുക, അവർക്ക് പിന്നീട് ചിലപ്പോ സൈനസൈറ്റിസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ സൈനസൈറ്റിസ് പേഷ്യൻസിന് ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരിക, ജനറ്റിക് ഫാക്ടേഴ്സ്, ഇത് കാരണം പിന്നീട് മൈഗ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഈ രണ്ട് കണ്ടീഷൻസിന്റെയും പെത്തോളജി, അതിനുവേണ്ട മെഡിസിൻസ്, മാനേജ്മെന്റ് ഒക്കെ വ്യത്യസ്തമാണ്. റിപ്പീറ്റഡ് ആയി തലവേദന വരുമ്പോൾ അത് മൈഗ്രെയിൻ ആണോ, സൈനസൈറ്റിസ് ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കൃത്യമായി കണ്ടെത്തി അതിനു വേണ്ട ചികിത്സ ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.